ഗെയിം ആയിരിക്കും, ഫുൾ ടൈം ഗെയിമാണ്. ടോയ്ലറ്റില് ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ ടോയ്ലറ്റിൽ ഞാൻ ആംഗ്രി ബേഡ്സാണ് കളിക്കുന്നത്. അപ്പൊ എന്നൊക്കെ ഒച്ചയല്ലേ. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കണമെന്ന്. അത് കാരണം ഞാൻ ഇപ്പൊ സൈലന്റ് ആക്കി വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇന്നും 15 മിനിറ്റ് ഉണ്ടായിരുന്നു. തോക്കുമ്പോ ദേഷ്യമോ പിന്നെയും കളിക്കുന്നുണ്ട്. കൊറേ നേരം ഇതേപോലെ ആരെങ്കിലും വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോഴാണ് അതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കണത്. അല്ല പോകണ്ടെന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂറിന് മേലേക്ക് ഇരുന്ന് ഇരിക്കും. അരമണിക്കൂറൊക്കെ ചെറുത്. പിന്നെ കാണുന്ന സോംബി സിനിമ ആണ്. സോംബീസിന്റെ സിനിമ രാത്രി 2 എണ്ണം കണ്ടിട്ട് ഞാൻ കിടക്കുള്ളൂ. വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ സിനിമ കണ്ട് എനിക്ക് തലവേദനയായിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ ന്യൂറോനെ കണ്ടിട്ടാണ് തലവേദന മാറി. 3 മാസം മരുന്ന് കഴിച്ച് തലവേദന മാറി. തലവേദന തന്നെ എനിക്ക് വെട്ടം കാണാൻ പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഈ സിനിമ കണ്ടുകൊണ്ട് അവിടെ ഇപ്പം ട്രൈപ്പോഡ് ഇരിപ്പുണ്ട്. ബെഡ്റൂമിൻ്റെ അടുത്ത് ട്രൈപ്പോഡ് വെച്ചിട്ട് മൊബൈൽ വെച്ചിരുന്ന് കാണും. സോംബി പടം കണ്ടിട്ട് അപ്പം എന്നോട് പറയും, ചേട്ടാ ഈ രാത്രി കിടക്കുമല്ലോ എന്തെങ്കിലും നല്ലത് വെച്ചിട്ട് കിടക്കും. നേരം വിളിച്ച് ഇയാൾ കണ്ണോർക്കുമ്പോൾ അതിൻ്റെ ബാക്കി കണ്ടോട്ട് കിടക്കായിരിക്കും. ഒരു ദിവസം സോംബി പടം കണ്ടിട്ട് ഞാനും സോഹൻലാലല്ലേ ഡയറക്ടർ, സോഹനും കൂടി കാട്ടിൽ കൂടി പോയിക്കൊണ്ടേ. കാട്ടിലൊരു വീടിനകത്ത് നിറച്ച് സോംബികളാണ്. പഴയ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഞാൻ കണ്ട സോംബി പടത്തിൽ തന്നെ സോംബികൾ ഞാനൊരു ഫൈറ്റ് ചെയ്ത് എല്ലാ സോംബിനെയും ഞാൻ തോപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഹനെ കാണാനില്ല. സോഹൻ്റെ കരച്ചിൽ വീടിൻ്റെ അകത്ത്. അവിടെ നിന്ന് ഞാൻ ഓടിച്ച് കഴിയുമ്പോൾ എന്നെക്കാട്ടും 2 അടി ആയിട്ടുള്ളൊരു സോംബി നിൽക്കണം വാതിക്കെ. ഞാൻ ഒറ്റ ചവിട്ടി കെട്ടി ഞാൻ തെറിച്ചു പോകുന്നു. തെറിച്ചുകൊണ്ട് ഞാനൊരു പൈപ്പ് എടുത്തിട്ട് ഒറ്റ അടിയും കൊടുത്ത് സോംബി ഒറ്റ കരച്ചില്ല. അമ്മച്ചേ കൊല്ലല്ലേ എന്ന് പറഞ്ഞു ഇടിച്ച് ഒറ്റ ഇട്ടികളൊക്കെ എടുത്തു. ഈ 3-4 ആഴ്ച മുമ്പ് സംഭവിച്ചത്. 1 മാസമായി. ഒറ്റ ഇടി ഇടിച്ചിട്ട് എന്നോട് ഒന്നും പറ്റിയില്ല, പക്ഷെ മരവിച്ചു പോയതാ. അപ്പോഴേ അമ്മ സിനിമ കണ്ടിട്ടാന്ന് പറഞ്ഞു. സിനിമ രാവിലെ